ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുൻവർഷ ചോദ്യ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മോക്ക് ടെസ്റ്റാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മാർക്ക് എത്രയാണ് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, കാന്തിക വലയം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഓപ്ഷൻസ് ടെസ്ല, ജൂൾ, ആംബിയർ, കലോറി. ആൻസർ ഓപ്ഷൻ എ ടെസ്ല. കാന്തിക വലയം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ടെസ്ല. അതായത് കാന്തത്തിൻ്റെ ആകർഷണ വലയം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ലയാണ്. അടുത്തത്, അറിയപ്പെടുന്ന പുരാതന ആസിഡ് ഏതാണ്? ഓപ്ഷൻസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡ്, നൈട്രിക് ആസിഡ്. ആൻസർ ഓപ്ഷൻ സി അസറ്റിക് ആസിഡ്. അറിയപ്പെടുന്ന പുരാതന ആസിഡ്, അതായത് ആദ്യമായി കണ്ടെത്തിയ ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡാണ്. അടുത്തത്, ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻസ് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, ഈഥേൻ, മീഥേൻ. ആൻസർ ഓപ്ഷൻ ബി നൈട്രസ് ഓക്സൈഡ്. ലാഫിംഗ് ഗ്യാസ് അല്ലെങ്കിൽ ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡാണ്. അടുത്തത്, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യമേത്? ഓപ്ഷൻസ് ഷീസെൽസ്, ഇന്തോനേഷ്യ, മൗറീഷ്യസ്, മ്യാൻമർ. ആൻസർ ഓപ്ഷൻ സി മൗറീഷ്യസ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യമാണ് മൗറീഷ്യസ്. അടുത്തത്, പസഫിക് ഓഷ്യന് ആ പേര് നൽകിയതാരാണ്? ഓപ്ഷൻസ് മഗല്ലൻ, കൊളംബസ്, ഡയസ്, വാസ്കോഡ ഗാമ. ആൻസർ ഓപ്ഷൻ എ മഗല്ലൻ. പസഫിക് ഓഷ്യൻ അല്ലെങ്കിൽ പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് മഗല്ലൻ ആണ്. അടുത്തത്, കിഴക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഓപ്ഷൻസ് ശ്രീലങ്ക, ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ്. ആൻസർ ഓപ്ഷൻ എ ശ്രീലങ്ക. കിഴക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ശ്രീലങ്ക. അടുത്തത്, ചെമ്പരത്തി ദേശീയ പുഷ്പമായ രാജ്യമേത്? ഓപ്ഷൻസ് നേപ്പാൾ, മലേഷ്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്. ആൻസർ ഓപ്ഷൻ ബി മലേഷ്യ. ചെമ്പരത്തി ദേശീയ പുഷ്പമായ രാജ്യമാണ് മലേഷ്യ. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ വിനോദം ഏതാണ്? ഓപ്ഷൻസ് ക്രിക്കറ്റ്, ടെന്നീസ്, ഹോക്കി, ബാസ്കറ്റ് ബോൾ. ആൻസർ ഓപ്ഷൻ സി ഹോക്കി. ഇന്ത്യയുടെ ദേശീയ വിനോദം അല്ലെങ്കിൽ ദേശീയ കായിക വിനോദം എന്നറിയപ്പെടുന്നത് ഹോക്കിയാണ്. അടുത്തത്, എഥനോളിൻ്റെ അമിത ഉപയോഗം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് സാരമായി ബാധിക്കുന്നത്? ഓപ്ഷൻസ് കിഡ്നി, കരൾ, ഹൃദയം, ത്വക്ക്. ആൻസർ ഓപ്ഷൻ ബി കരൾ. എഥനോളിൻ്റെ അമിത ഉപയോഗം ബാധിക്കുന്ന ശരീരത്തിലെ അവയവമാണ് കരൾ. അതായത് നമ്മൾ മദ്യപിക്കുന്ന സമയത്ത് ബാധിക്കുന്നത് കരളിനെയാണ്. അടുത്തത്, സർദാർ സരോവർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഓപ്ഷൻസ് ഗംഗ, കാവേരി, നർമ്മദ, താപ്തി. ആൻസർ ഓപ്ഷൻ സി നർമ്മദ. സർദാർ സരോവർ ഡാം നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് നർമ്മദ നദി. അടുത്തത്, പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ് ജവഹർലാൽ നെഹ്റു, വിശ്വേശ്വരയ്യ, മഹലനോബിസ്, ഗാന്ധിജി. ആൻസർ ഓപ്ഷൻ ബി വിശ്വേശ്വരയ്യ. പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എം വിശ്വേശ്വരയ്യ. അടുത്തത്, വൈറ്റമിൻ ഇയുടെ രാസനാമം എന്ത്? ഓപ്ഷൻസ് കാൽസിഫെറോൾ, ടോക്കോഫെറോൾ, റൈബോഫ്ലാവിൻ, സൈലോക്കിനോൻ. ആൻസർ ഓപ്ഷൻ ബി ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ ആണ് വൈറ്റമിൻ ഇയുടെ രാസനാമം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, പ്രസിദ്ധമായ ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ആരാണ്? ഓപ്ഷൻസ് അക്ബർ, ഹുമയൂൺ, ഷേർഷാ, ഔറംഗസേബ്. ആൻസർ ഓപ്ഷൻ സി ഷേർഷാ. പ്രസിദ്ധമായ ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച വ്യക്തിയാണ് ഷേർഷാ സൂരി. അടുത്തത്, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ. ആൻസർ ഓപ്ഷൻ എ സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അടുത്തത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെജിറ്റബിൾ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് ഭുവനേശ്വർ, തിരുച്ചിറപ്പള്ളി, വാരണാസി, ലക്നൗ. ആൻസർ ഓപ്ഷൻ സി വാരണാസി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെജിറ്റബിൾ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് വാരണാസിയിലാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന അമെൻമെൻറ്റ് ഏത്? ഓപ്ഷൻസ് 43, 42, 44, 45. ആൻസർ ഓപ്ഷൻ ബി 42. ഇന്ത്യൻ ഭരണഘടനയിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഭേദഗതിയാണ് 42ാം ഭേദഗതി. അടുത്തത്, നോർവേയുടെ തലസ്ഥാനം ഏത്? ഓപ്ഷൻസ് വെല്ലിംഗ്ടൺ, ലക്സംബർഗ്, ഓസ്ലോ, നോർവേ സിറ്റി. ആൻസർ ഓപ്ഷൻ സി ഓസ്ലോ. നോർവേ സിറ്റിയുടെ അല്ലെങ്കിൽ നോർവേയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഓസ്ലോ ആണ്. അടുത്തത്, നിശാന്തതയ്ക്ക് കാരണമായ വൈറ്റമിൻ ഏത്? ഓപ്ഷൻസ് വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ. ആൻസർ ഓപ്ഷൻ എ വൈറ്റമിൻ എ. നിശാന്തതയ്ക്ക് കാരണമായ വൈറ്റമിനാണ് വൈറ്റമിൻ എ. അടുത്തത്, ഫേസ്ബുക്ക് മേധാവി ആരാണ്?
ഓപ്ഷൻസ് കൈലാഷ്, യോങ് തിറോൾ, ബിൽഗേറ്റ്സ്, മാർക്ക് സുക്കർബർഗ്. ആൻസർ ഓപ്ഷൻ ഡി മാർക്ക് സുക്കർബർഗ്. ഫേസ്ബുക്കിൻ്റെ മേധാവി അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മാർക്ക് സുക്കർബർഗ് ആണ്. അടുത്തത് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻസ് രാജാറാം മോഹൻ റായ്, വിനോബ ഭാവെ, ദയാനന്ദ സരസ്വതി, ആനി ബാസന്റ്. ആൻസർ ഓപ്ഷൻ എ രാജാറാം മോഹൻ റായ്. ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അടുത്തത് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര? ഓപ്ഷൻസ് 6 വർഷം, 5 വർഷം, 4 വർഷം, 3 വർഷം. ആൻസർ ഓപ്ഷൻ എ 6 വർഷം. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എന്നറിയപ്പെടുന്നത് 6 വർഷമാണ്. അടുത്തത് ചൈനീസ് വൈറ്റ് എന്നറിയപ്പെടുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻസ് റെഡ് ഓക്സൈഡ്, നാഗം, ഗാലീയം, സിങ്ക് ഓക്സൈഡ്. ആൻസർ ഓപ്ഷൻ ഡി സിങ്ക് ഓക്സൈഡ്. ചൈനീസ് വൈറ്റ് എന്നറിയപ്പെടുന്ന രാസവസ്തുവാണ് സിങ്ക് ഓക്സൈഡ്. അടുത്തത് മറാഠികളുടെ വിധി എഴുതിയ യുദ്ധം ഏതാണ്? ഓപ്ഷൻസ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ്. അതായത് 1-ാം പാനിപ്പറ്റ് യുദ്ധം, 2-ാം പാനിപ്പറ്റ് യുദ്ധം, 3-ാം പാനിപ്പറ്റ് യുദ്ധം, വാണ്ടിവാഷ് യുദ്ധം. ആൻസർ ഓപ്ഷൻ സി തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, അതായത് 3-ാം പാനിപ്പറ്റ് യുദ്ധം. മറാഠികളുടെ വിധി എഴുതിയ യുദ്ധം എന്നറിയപ്പെടുന്നത് 3-ാം പാനിപ്പത്ത് യുദ്ധമാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ 7th ഷെഡ്യൂളിൽ പ്രതിപാദിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് ഭാഷകൾ, പഞ്ചായത്തി രാജ്, 3 ലിസ്റ്റുകൾ, മൗലിക അവകാശങ്ങൾ. ആൻസർ ഓപ്ഷൻ സി 3 ലിസ്റ്റുകൾ, അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 7th ഷെഡ്യൂളിൽ അല്ലെങ്കിൽ 7ാമത്തെ ഷെഡ്യൂളിൽ പ്രതിപാദിക്കുന്നത്. അടുത്തത് നാഗസാക്കിയിൽ പതിച്ച ആറ്റം ബോംബ് ഏത്? ഓപ്ഷൻസ് ലിറ്റിൽ ബോയ്, ടാൾ മാൻ, ഫാറ്റ് ബോയ്, ഫാറ്റ് മാൻ. ആൻസർ ഓപ്ഷൻ ഡി ഫാറ്റ് മാൻ. നാഗസാക്കിയിൽ പതിച്ച അല്ലെങ്കിൽ നാഗസാക്കിയിൽ എറിഞ്ഞ ആറ്റം ബോംബ് എന്നറിയപ്പെടുന്നത് ഫാറ്റ് മാൻ ആണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലുമാണ് ആറ്റം ബോംബുകൾ പതിച്ചത്. നാഗസാക്കിയിൽ പതിച്ച ആറ്റം ബോംബിൻ്റെ പേരാണ് ഫാറ്റ് മാൻ. ഹിരോഷിമയിൽ പതിച്ച ലിറ്റിൽ ബോയ് ആണ്. അടുത്തത് ഗ്രീക്ക് പുരാണത്തിലെ 100 കണ്ണുകളുള്ള കഥാപാത്രം ഏത്? ഓപ്ഷൻസ് ആർഗസ്, ബ്രൂട്ടസ്, ഗാന്ധാരി, കഡോൽഗച്ചൻ. ആൻസർ ഓപ്ഷൻ എ ആർഗസ്. ഗ്രീക്ക് പുരാണത്തിലെ 100 കണ്ണുകളുള്ള കഥാപാത്രം എന്നറിയപ്പെടുന്നത് ആർഗസ് ആണ്. അടുത്തത് വേദങ്ങളിലേക്ക് തിരിച്ചു പോകുവാൻ പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ് ദയാനന്ദ സരസ്വതി, അരവിന്ദ് ഘോഷ്, ലാലാ ലജ്പത് റായ്, വിവേകാനന്ദൻ. ആൻസർ ഓപ്ഷൻ എ ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് ദയാനന്ദ സരസ്വതി. അടുത്തത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻസ് സിന്ധു, ആമസോൺ, നൈൽ, കോങ്കോ. ആൻസർ ഓപ്ഷൻ സി നൈൽ നദി. നൈൽ നദിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത്. ഏറ്റവും ജലം വഹിക്കുന്നത്, ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ആമസോൺ നദിയാണ്. അടുത്തത് ഓഗസ്റ്റ് 15 ജന്മദിനമായ ദേശീയ നേതാവ് ആര്? ഓപ്ഷൻസ് ബി.ജി. തിലക്, സർദാർ പട്ടേൽ, ഭഗത് സിംഗ്, അരവിന്ദ് ഘോഷ്. ആൻസർ ഓപ്ഷൻ ഡി അരവിന്ദ് ഘോഷ്. ഓഗസ്റ്റ് 15 ജന്മദിനമായി ആചരിക്കുന്ന വ്യക്തിയാണ് അരവിന്ദ് ഘോഷ്. അടുത്തത് കമ്പ്യൂട്ടറിലെ വിൻഡോസ് വികസിപ്പിച്ച കമ്പനി ഏത്? ഓപ്ഷൻസ് മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, LG, HCL. ആൻസർ ഓപ്ഷൻ എ മൈക്രോസോഫ്റ്റ്. കമ്പ്യൂട്ടറിലെ വിൻഡോസ് വികസിപ്പിച്ച കമ്പനി എന്നറിയപ്പെടുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള LDCയിലും അതുപോലെ LGSലും റെയിൽവേയിലും എല്ലാറ്റിലും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.